ചെറുകിട ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. കിട്ടുമെന്നറിയില്ല. പകൽ വന്നാലേ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. പകൽ വന്നാൽ നമ്മൾ സമ്മതിക്കില്ല. ഇത്തിരി ഫുൾ സ്ട്രീറ്റ് ആയതുകൊണ്ടേ ആളുകൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും നമ്മളെ കാണുമ്പോൾ. നമുക്കിതിൽ ലെഫ്റ്റ് പോവാം. ഇട്ടായി തുടങ്ങി. കിട്ടണ കിട്ടട്ടില്ല. ഇതൊക്കെ കാണിച്ചു നടും. ഇതിൻ്റെ അകത്ത് വന്ന് ഫോൺ അടിക്കണം. ഇതിനെന്താ വെറുതെ അല്ല ഫോണടി പേടിച്ച് വണ്ടി ഓടിക്കണ തന്നെ. തന്നെ മനസ്സിലായി. അടുത്ത വെട്ടിക്കൊന്നുമില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയതായിട്ട് ആൾക്കാർ വാങ്ങിയതായിരിക്കും. പഴയ വീടൊക്കെ വിറ്റിട്ട് ഞങ്ങൾ താമസിച്ച വീടും ആർക്കോ വിറ്റിട്ട് ഞങ്ങളല്ല അന്ന് അവർക്ക് ഇവിടെ അവിടെ വീടുണ്ടായിരുന്നു കേട്ടോ. പനമ്പള്ളിയാറിൽ വീടുണ്ടായിരുന്നു അവർക്ക്. അതിൻ്റെ ഉടമസ്ഥന് ഇതേപോലെ തന്നെ സെയിം വീട് അവിടെയുണ്ട്. ഗുരുദേവൻ റോഡ്. നമുക്ക് ഇതിൽ നിന്ന് കയറി നോക്കാം. ഗുരുദേവൻ റോഡ് എടുക്കാൻ ക്ലിയർ ആവുമെന്നറിയില്ല. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് രാത്രി വ്യൂവും കിട്ടുമല്ലോ. എറണാകുളത്തെ ഒരു രാത്രി അടുത്ത് ഗുരുദേവൻ റോഡാണ്. ഗുരുദേവൻ തമിഴായിരുന്നു. തമിഴ് ആൾക്കാർ പിള്ളേർ ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ തലമുറയും പഴയ തലമുറയും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെയൊക്കെ വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ഒക്കെ ആരൊക്കെ സ്ഥലം വാങ്ങി ആരോ പഴയ ഉണ്ടായിരുന്നുണ്ട്. അതിൻ്റെ മുകളിലും കെട്ടി എടുക്കുന്നുണ്ട്. ഡ്രസ്സ് ഇവിടെയൊക്കെ സ്ഥലമുണ്ട് ഓൾറെഡി. അടുത്ത സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ സ്ട്രീറ്റിലേക്ക് വന്നേക്കുണ്ട്. മെയിൻ സ്ട്രീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയില്ല. പിന്നെ നമ്മൾ കടയിൽ പോയില്ല. പിന്നെ ഒറ്റപ്പാടുകളാണ്. അതാണ് ഇപ്പോൾ തമ്മനത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ്, കലൂരിലേക്കാണ് റൈറ്റ്. കലൂരിലേക്ക് റൈറ്റ്, തമ്മനത്തേക്ക് ലെഫ്റ്റ്. അങ്ങനത്തെ ഒരു ജംഗ്ഷനിൽ വന്നെത്തിയിട്ടുണ്ട് നമ്മൾ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് പൊറോട്ടന് തിരിച്ച് പോകാമല്ലോ. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് കഴിയില്ല. ഇത് കടവന്ത്ര കലൂർ. ഇതിൽ തന്നെ പോകാം. അല്ലാതെ പോയിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങോട്ട് പോകണത് പിന്നെ എപ്പോഴേലും പോകാം. സ്ട്രീറ്റിൽ കൂടി പോകാൻ വലിയ താല്പര്യമില്ല. ഒരു ഒറ്റപ്പാട് കൂടാതെ ഇത് റോഡ്. അങ്ങോട്ട് റോഡ് കാണുന്നുണ്ട്. MV ജോർജ് റോഡ്. ഇരുട്ടായി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞു. നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടി തന്നെ പോവാം. അവിടെയൊക്കെ നമുക്ക് പിന്നീട് കയറാം. കുഴപ്പമില്ല. ഇത് ഈ റോഡ് സലീം രാജൻ റോഡുണ്ട്.
സലിം രാജൻ റോഡ്. സലിം രാജൻ റോഡ് വഴി പോവാം. ഇപ്പം അങ്ങോട്ട് ഇരുട്ടാണ്. ഈ സമയത്ത് അവിടെ അകത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. അവിടെ ലൈറ്റും ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് കുറവാണ്. നമുക്ക് ഇതിൽ തന്നെ പോകാം. അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അത്യാവശ്യം. അവിടെ സലിം രാജൻ റോഡ്, ഗാന്ധിനഗർ തന്നെയാണത്. സലിം രാജൻ റോഡ് ഗാന്ധിനഗർ എന്നറിയപ്പെടുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നൊക്കെ പോയിട്ട് അത് ഇപ്പോഴും കാറൊക്കെ അങ്ങോട്ടാണല്ലോ. എനിക്ക് ഫാസ്റ്റായിട്ട് പോകാം. അവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഒരു റോഡ് കാണാൻ നമുക്ക് കഴിഞ്ഞാൽ അതിലൊന്നും അത് നല്ല റോഡാണ്. ഏത് റോഡൊന്നും ഇല്ല, എന്നാലും പോയി നോക്കാം. പകലും വരാം. രാത്രിയിലത്തെ കാഴ്ച ഇത്. ഗാന്ധിനഗർ കൊച്ചി, ഗാന്ധിനഗറാണ്. വേറെ പ്രത്യേക റോഡിന് പേരൊന്നുമില്ല, പേരൊന്നുമില്ല. ഗാന്ധിനഗർ ഇവിടെയൊക്കെ നല്ല വീതിയുള്ള റോഡുകളായിട്ട് കുറേ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വീടുകളുണ്ട്, ആ ചെറിയ വീടുകൾ, മേൽപ്പൂരം. അത് ഗവൺമെൻറ്റിൻ്റെ കേട്ടോ. അത് കംപ്ലീറ്റ് ഗവൺമെൻറ് പണിത് കൊടുത്തിട്ടുള്ളതാണ്. പണ്ട് അവർ ഇപ്പോഴത്തെ ലൈഫ് മിഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ പാവപ്പെട്ടവർക്ക് പണിത് കൊടുത്തുള്ള വീടുകളാണ് ആ കാണുന്ന ആ ചെരിഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾ. ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പണ്ട്. ഒരു 10-20 കൊല്ലം മുമ്പ് പടമുകളിൽ അങ്ങനത്തെ ഒരു വീട് താമസിച്ചിട്ടുണ്ട്. അത് തന്നെ സിംഗിൾ സ്റ്റോറിയാണ്. 2 നിലയല്ല, സാധാരണ സ്റ്റോറിയാണ്. അപ്പോൾ അതൊക്കെ പലരും വിറ്റിട്ട് ചോരണുണ്ട്. അതുകൊണ്ട് അവർ മുകളിൽ ഷീറ്റിട്ടൊക്കെയാണ്. അതൊക്കെ ഇവർ പൊക്കിയിട്ടായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സ്റ്റോറേജ് ആക്കാം. അത് സ്റ്റോറേജ് ആക്കിയാൽ മാത്രമേ കയറുന്നത് പറയും. അപ്പോൾ നമ്മൾ പോകുന്നത് ഗാന്ധിനഗർ വഴിയാണ്. സ്കൈലൈൻ ഗാന്ധിനഗർ. ആ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് മരത്തിൻ്റെ നേരെ അടിയിൽ അല്ല മുകളിൽ. കാർവാസൊക്കെ ലൈറ്റൊക്കെ ഇട്ടാണ്. ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഗാന്ധിനഗർ. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ ഒരു ഇതുണ്ട്. ഗാന്ധിനഗറിലുള്ള ഒരു ഇതാണ്. ഫോൺ വിളിച്ചാൽ ഇപ്പോൾ ഓരോന്നും അറിയില്ല. ചാരം പറയാൻ വരികയില്ലേ. പകലല്ല, അവിടെ ഒരു വീട് നല്ല രസമുണ്ട്. അത് പകലാണ് കണ്ടിരുന്നത്. നല്ല വീട് മുഴുവൻ പകല് കാണാം. പകലൊരു ദിവസം കൂടി വരാം നമുക്ക്. രാത്രി ആയപ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി. ഇത് ഗാന്ധിനഗറാണ്. എങ്ങോട്ടാ പോകണമെന്നും അറിയില്ല. ഗാന്ധിനഗറിലെ രാത്രി വിശേഷങ്ങൾ കാണാം. അങ്ങോട്ട് പോണോ റൈറ്റ് പോണോ? നമുക്ക് അവിടെ പകല് പോകാം. അവിടെ നമുക്ക് റൈറ്റ് തിരിയാം. അങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞാലേ അവിടെ കുഴപ്പമില്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതൊന്നറിയില്ല. അത് നമുക്ക് തിരിയാം. ലെഫ്റ്റ് പോവാം. അല്ല, ആ വീടൊക്കെ ആകുമ്പോൾ ഒരു പുതുക്കി. ഗവൺമെൻറ് കൊടുത്തുള്ള സ്ഥലങ്ങളാണ് വീടും സ്ഥലമൊക്കെ. ഇതൊക്കെ ഈ ഒരു ഫ്ലാറ്റ് പോലെ ഇരിക്കുന്നുണ്ടോ? അതൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടോ? ഫ്ലാറ്റ് പോലെ ഇരിക്കുന്നത്. അന്നത്തെ പാവപ്പെട്ടവർ ആണോ എന്താണെന്നറിയില്ല. അന്ന് പറഞ്ഞു കേട്ടുള്ളതാണ് 25,000 രൂപയ്ക്കാണെന്ന് കൊടുത്തിരുന്നത്. സിംഗിൾ സ്റ്റോറി, 2 സെൻറ്റ് സ്ഥലവും വാർത്ത വീടും. ചെറിയ വീടാണ്, ചെറിയൊരു ഇത്.